അന്യം ആർമി. അപ്പൊ ഇന്നലെ ജെഹോപ്പ് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്നൊരു വ്യൂവേഴ്സ് ലൈവ് വന്നിരുന്നു. ആ ലൈവിന്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇടുന്നത്. ഇനി ഇതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നല്ല, ആ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ലൈവിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആർമീസിനെ കണ്ണ് തള്ളിച്ചുകൊണ്ട് നമ്മുടെ ജെഹോപ്പ് വാഷ്റൂമിൽ നിന്നാണ് ലൈവ് ഓൺ ആക്കിയത്. അപ്പൊ ഒരു ഷർട്ട്ലെസ് ജെഹോപ്പിനെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ആർമീസിനെ കാണാൻ കിട്ടിയത്. ഇത് കണ്ട് ചില ആർമീസെങ്കിലും ഒന്ന് ഞെട്ടിക്കണം, ആളെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ ലൈവ് ഓൺ ആക്കിയെന്ന് വെച്ചിട്ട്. എന്തായാലും വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ജെഹോപ്പിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ആൾ അവിടുന്ന് സ്കിൻ കെയർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ആ ഒരു ലൈവിൽ നമുക്ക് കാണേനെ. പിന്നെ ആൾ പറയുന്നത് ആൾ വർക്കൗട്ട് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ആർമി ഇപ്പൊ എത്ര മണിയായി ലണ്ടനിലും ചോദിക്കുമ്പോൾ ആള് 3 മണിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഭയങ്കര ചൂടാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കുറെ ഇങ്ങനെ ലൈവ് വന്നിട്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ട് പിന്നെ ആൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് ഉണർന്നതെന്ന് പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ കാരണം 4 മണിയൊക്കെ ആയിട്ടാണ് ആൾ ഉറങ്ങിയത്. പിന്നെ 7 മണിക്ക് എണീറ്റു. പിന്നെയും ഒന്നും തിരിഞ്ഞു പറഞ്ഞ് കിടന്നിട്ട് ഒരു 9 മണിക്ക് വീണ്ടും ഉറങ്ങി. പിന്നെ ഉച്ചയ്ക്കാണ് എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞപ്പോൾ തെയോങ് വിളിച്ചിട്ട് വർക്കൗട്ടിന് പോണ കാര്യം പറഞ്ഞ് അങ്ങനെ ഒരു വർക്കൗട്ടിന് പോയി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് എനിക്ക് പുറത്ത് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ചൂടായതുകൊണ്ട് പറ്റുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ആർമി ജർമ്മനിക്ക് കോൺസർട്ടിന് പോകാൻ റെഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജെഹോപ്പ് അതേപോലെ തന്നെ റെഡിയാണ്, അവിടേക്ക് പോവാന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ അടുത്തായിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് പിന്നെ ഈ ഒരു ബാറ്ററിന്റെ ചാർജ് കുറവാണ്, 22% ഉള്ളൂ, ഞാൻ എനിക്ക് പറ്റാവുന്ന അത്ര സംസാരിക്കാൻ നോക്കാന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആള് ഹെയർ ഒന്നും കൂടെ വേറെ കളർ ഡൈ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അത് മാറ്റണം എന്നുണ്ട്. ഏത് കളർ ഞാൻ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ആർമീസ് ചെറിയ റെഡ് പറയുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ റെഡ് ഏതാണെന്ന് ജെഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളിപ്പോ ടൂറിലാണ്, അപ്പൊ എന്റെ ഡിഫറെന്റ് ലുക്സ് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ജെഹു പറയുന്നത് ഞാൻ ഈ ഒരു ടൂറും കാര്യമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ഒരു വിരല് ഇഞ്ചുറി ആയല്ലോ, അതുകൊണ്ട് കാൽവിരലിൽ ഇഞ്ചുറി ആയല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമുണ്ട്, ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഞാനിങ്ങനെ ഈ ഒരു ചലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓവർ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പറ്റിയ ഒരു സംഭവമാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ആ ഒരു വിരലും കാലും വിരലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിനിങ്ങനെ കേടായ പോലെ ഉണ്ട്. അപ്പൊ ആർമീസ് ചോദിക്കേണ്ടത് അത് വേദന അല്ലേ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജെഹോപ്പ് വേദനയൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി ബ്രസീലിലേക്ക് വരാൻ തോന്നുന്നില്ല ചോദിക്കുമ്പോൾ ജെഹോപ്പ് ഓ ബ്രസീൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏത് ടൂർ ഔട്ട്ഫിറ്റ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ജെഹോപ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ട് ആർമീസിനോടായിട്ട്. പിന്നെ വേൾഡ് കപ്പിനെ കുറിച്ച് ടോപ്പിക് വരുമ്പോൾ വേൾഡ് കപ്പ് ഭയങ്കര ഫണ്ണാണ്. അതേപോലെ തന്നെ യുങ്കിയേട്ടൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് അതിനെ കുറിച്ച്, അതുകൊണ്ട് ആളൊന്നും കാണാറുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് യുങ്കിയേട്ടനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ജെഹോപ്പ് കുറെ ആർമീസിന്റെ കമന്റ്സിനൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു മദ്രിദിലെ കോൺസേർട്ടിന് ജെഹോപ്പ് ഒരു ജാക്കറ്റിന്റെ ഉള്ളിൽ ഒരു ഓപ്പൺ കോളർ ഷർട്ട് ഇട്ടിരുന്നത് നല്ല രസമുണ്ടായിരുന്നു ജെഹോപ്പ് അത് ഇട്ടിട്ടെന്ന് കാണാൻ ആർമി പറയുമ്പോൾ ജെഹോപ്പ് ഞാനിങ്ങനെ പുതിയ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു ഇതിലാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ വഫിൾസ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജങ്കുക്കിന്റെ കൂടെ 7 പ്രൊമോന്റെ ടൈമിൽ കഴിച്ച കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇപ്പത്തെ ഹെയർ കളർ നല്ല രസമുണ്ട് എന്ന് ഒരാളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്കും ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജെഹോപ്പ് ഗോട്ടിക് എന്ന് പറയുന്നുണ്ട്. പിന്നെ യൂറോപ്പ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിന് ജെഹോപ്പ് പറയുന്നുണ്ട് എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പൊ അതിലും കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ കോൺസേർട്ട് നല്ല ഫണ്ണായി ബ്ലാസ്റ്റ് ചെയ്യുക ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു കമന്റ് ഇങ്ങനെ ഒപ്പ ഓർ ഡാഡി എന്നുള്ള അതിങ്ങനെ വരലുണ്ടല്ലോ ജെഹോപ്പിന്റെ ഇതേപോലത്തെ ലൈവിലൊക്കെ. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു കമന്റ് ഉണ്ടപ്പോൾ ജെഹോപ്പ് പറഞ്ഞു യു പിക് എന്നുള്ള കാര്യം, അതായത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ആൾക്ക് അതിൽ അഭിപ്രായം ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു കമന്റ് ഇട്ടു. പിന്നെ കുറെ ആർമീസിന്റെ ഏജ് കണ്ട് ജെഹോപ്പ് അന്ന് വിടുന്നുണ്ട്. അതേപോലെ തന്നെ 19, 15, 16 അങ്ങനെയൊക്കെയാണല്ലോ ആർമീസിന്റെ ഏജ്. അപ്പൊ അത് കണ്ട് അന്ന് വിടുന്നുണ്ട്. പിന്നെ ഒരു ആർമി അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ ആ അങ്കിൾ വിളിച്ചോ ഞാൻ നിങ്ങൾ അങ്കിളാണെന്നൊക്കെ പറഞ്ഞ് ജെഹോപ്പ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിന്റെ പെർസെന്റേജ് 17% എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ബിയർ ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ആർമി ഇനി ഒരു ഹവറിന്റെ ഉള്ളിൽ BTS ആർമി ഡേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജെഹോപ്പ് സീരിയസ്ലി ആണോ എന്ന് ആർമിന്റെ ബർത്ത്ഡേ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് ഹാപ്പി ആവുണ്ട് ആള്. പിന്നെ ഒരു ആർമി സൊബ്ജിനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജെഹോപ്പ് എനിക്കറിയില്ല, യൂഷ്വലി ആള് വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യാറാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ആർമീസ് ജിമിനും ജങ്കുക്കായിട്ട് ക്ലിനിക്കുകൾ ടിക്ടോക്ക് ചലഞ്ച് ജെഹോപ്പിനോട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ തലേ ദിവസത്തെ പെർഫോമൻസിൽ സേവ് മീ വന്നപ്പോൾ എനിക്ക് ആ ഒരു പെട്ടെന്ന് വന്ന സോങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൊറിയോഗ്രാഫി ഒക്കെ മറന്നു നടക്കാണല്ലോ. അപ്പോൾ ഞാൻ എന്റെ ഒരു ശരീരത്തിനെ വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങി ഡാൻസ് കളിക്കാൻ വേണ്ടി, പക്ഷെ എനിക്ക് കളിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേൾഡ് കപ്പിൽ അവരെന്താ പെർഫോം ചെയ്യാൻ പോകണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ജെഹോപ്പ് ഗസ് ചെയ്യാൻ പറയുന്നുണ്ട് ആർമീസിനോട്. പിന്നെ ഒരു ആർമി ജെഹോപ്പിനോട് ചൈനീസിൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആള് തെയോങ്ങിന്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതായത് അവൻ കുറച്ച് മുന്നേ ഉള്ള ഈ പ്രൊമോഷൻസിലും കാര്യങ്ങളിലും ഒക്കെ അവൻ പഠിച്ച കുറച്ച് ചൈനീസ് എപ്പോഴും പറയുന്നതിൽ എനിക്ക് 20 വയസ്സാണ്, ഞാൻ വോക്കലിസ്റ്റ് ആണ് എന്നുള്ള ആ ഒരു സംഭവം എപ്പോഴും പഠിച്ചു വെച്ചുകൊണ്ട് പറയുമായിരുന്നു. ഇപ്പോഴും ആ ഒരു സംഭവം തന്നെ അവൻ ഇങ്ങനെ പറയും. ഞങ്ങളെ അപ്പൊ ഇങ്ങനെ ആലോചിക്കുക അവൻ എത്ര കാലത്തോളം ഇങ്ങനെ ഒരു 20 വയസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ജെഹോപ്പ് ഇരുന്ന് ലൈവ് വരുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആളെ തലേന്റെ മേലെയായിട്ട് ഒരു കിരീടം പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ആ ലൈറ്റ് നിന്നേന്ന് തന്നെ. അപ്പൊ ഈ ഒരു ആർമി പറഞ്ഞത് ആ ബാക്കിലുള്ള ചാനലിയർ ജെഹോപ്പിനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടീനെ പോലെ തോന്നിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ആള് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിട്ടുള്ള പോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു ആർമി കമന്റിൽ ഒരു ഡോക്ടർ ആയിരുന്നു തോന്നുന്നുണ്ട്, ആള്
എനിക്ക് ഇനി പേഷ്യൻസിനെ കാണാൻ പോകണം, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെഹോബ് നിങ്ങൾ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഏത് ടീമാണ് വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഹോബി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഹോബി പറയുന്നത് ഞാൻ കൊറിയയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ നോർവേ ഭയങ്കര സ്ട്രോങ് ആണ്, ഇന്നലത്തെ മാച്ച് ഈജിപ്തും അർജന്റീനയും തമ്മിലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഹോബി ആപ്പിൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഹോബി പറയുന്നുണ്ട് ഇതെന്റെ ഫസ്റ്റ് മീലാണ് ഇന്നത്തേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമന്റിൽ ഞാനും ഹംഗ്രിയാണ് ഹോബി എന്ന് പറയുമ്പോൾ ഹോബി ഒരു ആപ്പിള് സ്ക്രീൻ ത്രൂ തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ BTSന്റെ ഫേവറേറ്റ് സോങ്, BTSൽ ആളെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഹോബി പറയുന്നത് അത് ക്വസ്റ്റ്യൻ കുറച്ച് ഹാർഡാണ്, എന്നാലും എനിക്ക് എന്നെ ഇൻസ്പയർഡ് ചെയ്യുന്ന ഒരു സോങ് ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സോങ് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വിങ്സ് പിക്ക് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ ആർമീസ് യുങ്കി ഒരു ഡാൻസ് മിസ്റ്റേക്ക് ചെയ്തിരുന്നു, അത് കണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ജെഹോപ്പിനോട്. അപ്പൊ ജെഹോപ്പ് എനിക്ക് മനസ്സിലായി യുങ്കി, എനിക്ക് സംഭവം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യുങ്കിനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ജെഹോപ്പ് വീണ്ടും ആർമീസിന് ആ ഒരു ആർമി ഡേക്ക് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ 12% ഫോണിന്റെ ചാർജ്, 10% ആകുമ്പോൾ ഞാൻ ഇത് ഓഫാക്കിയിട്ട് പോകും. നമ്മളിന്ന് കുറച്ച് കൂടുതലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് പുറത്ത് പോവാണ്ട്, അപ്പൊ ഞാൻ ഈ ഒരു ലൈവ് എൻഡ് ചെയ്യാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫോൺ എനിക്ക് ചാർജ് ചെയ്യണം, എന്നിട്ട് വേണം പോവാൻ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഐ ലവ് യു, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ലൈവ് ഓഫ് ആക്കിയിട്ടാണ് പോണത്. ഇനി ഈ ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ട്രാൻസ്ലേഷനിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സോറി പറയണം. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കേണ്ട മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ. ലൈവ് ഒരുപാട് ഉണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരുപാടുണ്ട്, നല്ല രസമുള്ള ലൈവ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ലൈവ് കാണാം. ഇനി നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ ആർമീസ്.